ഹലോ വ്യൂവേഴ്സ്, मेरा प्रिय दर्शकों, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ എൻ നൻപർകളെ മേരെ സാഥിയോ, ടുഡേ I am giving you some important questions, exam based questions of 10th English in Kerala syllabus. It's for Kerala students, Kerala state syllabus. Okay, നോക്കപ്പോൾ I'll give you the last chapter. It's an important chapter of written by Rabindranath Tagore. It's a story, famous one. The story's name is The Castaway. അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ടാഗോറിൻ്റെ പ്രൊഫൈലൊക്കെ എഴുതാൻ പറ്റും, മനസ്സിലായില്ലേ? ടാഗോർ തരും, ഇങ്ങനെ ഓരോ നമുക്ക് കുറച്ച് ആയിട്ടുള്ള ഹിൻസുകളൊക്കെ തരും. ടാഗോർ എപ്പോൾ ജനിച്ചു, എപ്പോൾ മരിച്ചു, ദെൻ വാട്ട്സ് ഈസ് renowned, വാട്ട്സ് ഫോർ ഈസ് renowned, അല്ലെ എന്തിനാണ് അദ്ദേഹം പ്രശസ്തമായത്, അതുപോലെ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ, എന്തൊക്കെ അവാർഡുകൾ കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ എപ്പോൾ മരിച്ചു, ഇങ്ങനെയുള്ള പല കാര്യം. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലല്ലേ, നമ്മളുടെ നാഷണൽ ആന്തം, ദ റൈറ്റർ ഓഫ് അവർ നാഷണൽ ആന്തം. ദെൻ അദ്ദേഹം എന്ത് ചെയ്തു, ഡിസ്കാർഡ് ചെയ്തു പല കാര്യങ്ങൾ, അല്ലേ? അതുപോട്ടെ അവാർഡുകളൊക്കെ. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് ഞാൻ ചുരുക്കിയതൊന്ന് പറയാം. 1861 to 1941, അല്ലേ? അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1861 മരിച്ചത് 1941. ഈസ് എ ബംഗാളി റൈറ്റർ ഹൂ reshaped ബംഗാളി ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്സ് ആസ് വെൽ ആസ് ഇന്ത്യൻ ആർട്ട് ഇൻ ദ ലൈറ്റ് 19th and early 20th centuries. അപ്പോൾ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ പ്രശസ്തനായൊരു ഇംഗ്ലീഷ് ബംഗാളി റൈറ്ററാണ്. അതുപോലെ ബംഗാളി സാഹിത്യത്തിന് ഒരു പുതുമ അദ്ദേഹം നൽകി. അതുപോലെ തന്നെ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഒരു പലതരത്തിലുള്ള 19th and 20th നൂറ്റാണ്ടുകളിൽ സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകി. അതുപോലെ തന്നെ ഹീ ബിക്കം ദി ഫസ്റ്റ് നോൺ യൂറോപ്യൻ ടു വിൻ ദി നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഫോർ ഹിസ് സെലിബ്രേറ്റഡ് വർക്ക് ഗീതാഞ്ജലി. അപ്പോൾ ഇദ്ദേഹമായിരുന്നു എന്തായിരുന്നു ആദ്യമായിട്ട്, അല്ലേ എന്ന് പറഞ്ഞാൽ ഹീ ബിക്കം ദി ഫസ്റ്റ് നോൺ യൂറോപ്യൻ, അല്ലേ, യൂറോപ്പുകാരനല്ലാത്ത ഒരു വ്യക്തി എന്ന് പറയാം, ആദ്യമായി നോബൽ സമ്മാനം സാഹിത്യത്തിന് കരസ്ഥമാക്കിയ ഒരു വ്യക്തിയായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പ്രൊഫൈലിൽ ശ്രദ്ധിക്കണം കേട്ടോ. യു മസ്റ്റ് ബി കെയർഫുൾ അബൌട്ട് ഇറ്റ്. ഇപ്പോൾ ഗീതാഞ്ജലി എന്ന് പറയുന്നതിനായിരുന്നു അദ്ദേഹത്തിന് ആ ലിറ്ററേച്ചർ നോബൽ പ്രൈസ് കിട്ടിയത്. അതുപോലെ തന്നെ ഫേമസ് ഫോർ ഹിസ് പ്രൊഫൗണ്ട്ലി സെൻസിറ്റീവ്, ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ വേർഡ്സ്, അല്ലെ, ഒരുപാട് വരികൾ, ഭംഗിയുള്ള പറഞ്ഞാൽ കവിതാത്മകമായിട്ടുള്ള ഒരുപാട് വരികൾ എഴുതിയൊരു വ്യക്തിയാണ്. നോട്ട് ഓൺലി ദി പോയംസ് ബട്ട് സ്റ്റോറീസ് ആൻഡ് നോവൽസ്, സോ മെനി തിങ്സ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദി പോസ്റ്റ് ഓഫീസ് പ്രധാനപ്പെട്ട ഒരു സ്റ്റോറിയാണ്. ദെൻ ദി ബ്രോക്കൺ നെസ്റ്റ്, അല്ലേ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ വർക്സുകളായിരുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിതിൻ്റെ കണ്ടിന്യൂഷൻ ഉടനെ അടുത്ത വീഡിയോയിൽ നമുക്ക് തരുന്നതായിരിക്കും. ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് മൈ ചാനൽസ്, മൈ യൂട്യൂബ് ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് ടി കെ മേനോൻ. സബ്സ്ക്രൈബ് ഇറ്റ്, അതർവൈസ് യു ക്യാൻ ഗെറ്റ് ദി കണ്ടിന്യൂഷൻ ഓഫ് ദി ക്ലാസ്സസ്. ദെൻ ഷെയർ ഇറ്റ് മാക്സിമം ആസ് യു ക്യാൻ. മൈ ഇൻസ്റ്റാഗ്രാം ലിങ്ക് പ്രകാശ് ടി കെ 7, പ്രകാശ് ടി കെ 7, following and share. Then my Facebook link Step Up with English 108 Action Art, following and share. Okay, then see you in my next video soon.